1 ശമൂവേൽ അധ്യായം 31. എന്നാൽ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രായേല്യർ ഫെലിസ്ത്യരുടെ മുൻപിൽ നിന്ന് ഓടി ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായി വീണു. ഫെലിസ്ത്യർ ശൗലിനെയും അവൻ്റെ പുത്രന്മാരെയും പിന്തുടർന്നു ചെന്നു. ഫെലിസ്ത്യർ ശൗലിൻ്റെ പുത്രന്മാരായ യോനാഥാൻ, അബീനാദാബ്, മെൽക്കീശുവ എന്നിവരെ കൊന്നു. എന്നാൽ പട ശൗലിൻ്റെ നേരെ ഏറ്റവും മുറുകി. വില്ലാളികൾ അവനിൽ ദൃഷ്ടി വെച്ചു. വില്ലാളികളാൽ അവൻ ഏറ്റവും വിഷമത്തിലായി. ശൗൽ തൻ്റെ ആയുധവാഹകനോട്, ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ കുത്തിക്കളകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു. ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സ് വന്നില്ല. അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ചു അതിന്മേൽ വീണു. ശൗൽ മരിച്ചു എന്ന് അവൻ്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ താനും അങ്ങനെ തന്നെ തൻ്റെ വാളിന്മേൽ വീണു അവനോടുകൂടെ മരിച്ചു. ഇങ്ങനെ ശൗലും അവൻ്റെ 3 പുത്രന്മാരും അവൻ്റെ ആയുധവാഹകനും അവൻ്റെ ആളുകളൊക്കെയും അന്ന് ഒന്നിച്ചു മരിച്ചു. ഇസ്രായേല്യർ ഓടിപ്പോയി. ശൗലും പുത്രന്മാരും മരിച്ചു എന്ന് താഴ്വരയുടെ അപ്പുറത്തും യോർദാനക്കരയും ഉള്ള ഇസ്രായേല്യർ കണ്ടപ്പോൾ അവർ പട്ടണങ്ങളെ വെടിഞ്ഞ് ഓടിപ്പോകുകയും ഫെലിസ്ത്യർ വന്ന് അവിടെ പാർക്കുകയും ചെയ്തു. പിറ്റേന്നാൾ ഫെലിസ്ത്യർ നിഹതന്മാരുടെ വസ്ത്രം ഉരുവാൻ വന്നപ്പോൾ ശൗലും പുത്രന്മാരും ഗിൽബോവ പർവ്വതത്തിൽ വീണു കിടക്കുന്നത് കണ്ടു. അവർ അവൻ്റെ തലവെട്ടി അവൻ്റെ ആയുധവർഗവും അഴിച്ചെടുത്തു. തങ്ങളുടെ വിഗ്രഹക്ഷേത്രങ്ങളിലും ജനത്തിൻ്റെ ഇടയിലും വർത്തമാനം അറിയിക്കേണ്ടതിന് ഫെലിസ്ത്യ ദേശത്തെല്ലായിടവും ആളയച്ചു. അവൻ്റെ ആയുധവർഗം അവർ അസ്തോരത്തിൻ്റെ ക്ഷേത്രത്തിൽ വെച്ചു. അവൻ്റെ ഉടൽ അവർ ബേത്ത്ശാന്റെ ചുവരിന്മേൽ തൂക്കി. എന്നാൽ ഫെലിസ്ത്യർ ശൗലിനോട് ചെയ്തത് ഗിലെയാദിലെ യാബേഷ് നിവാസികൾ കേട്ടപ്പോൾ ശൂരന്മാരായ എല്ലാവരും പുറപ്പെട്ടു. രാത്രി മുഴുവനും നടന്നു ചെന്നു. ബേത്ത്ശാന്റെ ചുവരിൽ നിന്ന് ശൗലിൻ്റെ ശവവും അവൻ്റെ പുത്രന്മാരുടെ ശവങ്ങളും എടുത്തു യാബേഷിൽ കൊണ്ടുവന്നു അവിടെ വെച്ച് ദഹിപ്പിച്ചു. അവരുടെ അസ്ഥികളെ അവർ എടുത്തു യാബേഷിലെ പിജുല വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു. 7 ദിവസം ഉപവസിച്ചു. രണ്ട് ശമൂവേൽ അധ്യായം 1. ശൗൽ മരിക്കയും ദാവീദ് അമാലേക്യരെ സംഹരിച്ചു മടങ്ങി വന്നു സിക്ലാഗിൽ 2 ദിവസം പാർക്കുകയും ചെയ്ത ശേഷം 3-ാം ദിവസം ഒരു ആൾ വസ്ത്രം കീറിയും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് ശൗലിൻ്റെ പാളയത്തിൽ നിന്ന് വന്നു. ദാവീദിൻ്റെ അടുക്കലെത്തി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് അവനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഓടിപ്പോരുകയാകുന്നു എന്നവൻ പറഞ്ഞു. ദാവീദ് അവനോട്, കാര്യം എന്തായി, പറക എന്ന് ചോദിച്ചു. അതിന് അവൻ, ജനം പടയിൽ തോറ്റോടി, ജനത്തിൽ അനേകർ പട്ടുവീണു. ശൗലും അവൻ്റെ മകനായ യോനാഥാനും കൂടെ പട്ടുപോയി എന്നുത്തരം പറഞ്ഞു. വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരനോട് ദാവീദ്, ശൗലും അവൻ്റെ മകനായ യോനാഥാനും പട്ടുപോയത് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചതിന്, വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരൻ പറഞ്ഞത്, ഞാൻ യദൃച്ഛയാ ഗിൽബോവ പർവ്വതത്തിലേക്ക് ചെന്നപ്പോൾ ശൗൽ തൻ്റെ കുന്തത്തിന്മേൽ ചാരി നിൽക്കുന്നതും തേരും കുതിരപ്പടയും അവനെ തുടർന്നടുക്കുന്നതും കണ്ടു. അവൻ പുറകോട്ടു നോക്കി എന്നെ കണ്ടു വിളിച്ചു, അടിയനിതാ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. നീ ആരെന്ന് അവൻ എന്നോട് ചോദിച്ചതിന് ഞാൻ ഒരമാലേക്യൻ എന്നുത്തരം പറഞ്ഞു. അവൻ എന്നോട്, നീ അടുത്തു വന്ന് എന്നെ കൊല്ലേണം, എൻ്റെ ജീവൻ മുഴുവനും എന്നിൽ ഇരിക്കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അടുത്ത് ചെന്ന് അവനെ കൊന്നു. അവൻ്റെ വീഴ്ചയുടെ ശേഷം അവൻ ജീവിക്കയില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അവൻ്റെ തലയിലെ കിരീടവും ഭുജത്തിലെ കടകവും ഞാൻ എടുത്തു ഇവിടെ യജമാനൻ്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു.
ഉടനെ ദാവീദ് തന്റെ വസ്ത്രം പറിച്ചു കീറി. കൂടെയുള്ളവരും അങ്ങനെ തന്നെ ചെയ്തു. അവർ ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും യഹോവയുടെ ജനത്തെയും ഇസ്രായേൽ ഗൃഹത്തെയും കുറിച്ച് അവർ വാളാൽ വീണുപോയതുകൊണ്ട് വിലപിച്ച് കരഞ്ഞു സന്ധ്യ വരെ ഉപവസിച്ചു. ദാവീദ് വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരനോട്, നീ എവിടുത്തുകാരൻ എന്ന് ചോദിച്ചതിന്, ഞാൻ ഒരന്യജാതിക്കാരൻ്റെ മകൻ, ഒരമാലേക്കൻ എന്നവൻ ഉത്തരം പറഞ്ഞു. ദാവീദ് അവനോട്, യഹോവയുടെ അഭിഷിക്തനെ സംഹരിക്കേണ്ടതിന് കൈയോങ്ങുവാൻ നിനക്ക് ഭയം തോന്നാഞ്ഞത് എങ്ങനെ എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ചു, നീ ചെന്ന് അവനെ വെട്ടിക്കളക എന്ന് പറഞ്ഞു. അവൻ അവനെ വെട്ടിക്കൊന്നു. ദാവീദ് അവനോട്, നിന്റെ രക്തം നിന്റെ തലമേൽ, യഹോവയുടെ അഭിഷിക്തനെ ഞാൻ കൊന്നു എന്ന് നീ നിന്റെ വായ്കൊണ്ട് തന്നെ നിനക്ക് വിരോധമായി സാക്ഷീകരിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അനന്തരം ദാവീദ് ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും കുറിച്ച് ഈ വിലാപഗീതം ചൊല്ലി. അവൻ യഹൂദാ മക്കളെ ഈ ധനുർഗീതം അഭ്യസിപ്പിപ്പാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇസ്രായേലേ, നിന്റെ പ്രതാപമായവർ നിന്റെ ഗിരികളിൽ നിഹതന്മാരായി വീരന്മാർ പട്ടുപോയത് എങ്ങനെ? ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുതേ. അസ്കലോൻ വീഥികളിൽ ഘോഷിക്കരുതേ. ഫെലിസ്ത്യ പുത്രിമാർ സന്തോഷിക്കരുതേ. അഗ്രചർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കരുതേ. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ പെയ്യാതെയും വഴിപാട് നിലങ്ങൾ ഇല്ലാതെയും പോകട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞുകളഞ്ഞത്, ശൗലിന്റെ തൈലാഭിഷേകമില്ലാത്ത പരിച തന്നെ. നിഹതന്മാരുടെ രക്തവും വീരന്മാരുടെ മേധസ്സും വിട്ട് യോനാഥാന്റെ വില്ല് പിന്തിരിഞ്ഞില്ല. ശൗലിന്റെ വാൾ വൃഥാ പോന്നതുമില്ല. ശൗലും യോനാഥാനും ജീവകാലത്ത് പ്രീതിയും വാത്സല്യവും പൂണ്ടിരുന്നു. മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല. അവർ കഴുകനിലും വേഗവാന്മാർ, സിംഹത്തിലും വീര്യവാന്മാർ. ഇസ്രായേൽ പുത്രിമാരെ, ശൗലിനെ ചൊല്ലി കരവീൻ. അവൻ നിങ്ങളെ ഭംഗിയായി രക്താംബരം ധരിപ്പിച്ചു നിങ്ങളുടെ വസ്ത്രത്തിന്മേൽ പൊന്നാഭരണം അണിയിച്ചു. യുദ്ധമധ്യേ വീരന്മാർ പട്ടുപോയതെങ്ങനെ? നിന്റെ ഗിരികളിൽ യോനാഥാൻ നിഹതനായല്ലോ. യോനാഥാനെ, എൻ്റെ സഹോദര, നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സലനായിരുന്നു. നിൻ പ്രേമം കളത്ര പ്രേമത്തിലും വിസ്മയമേറിയത്. വീരന്മാർ പട്ടുപോയത് എങ്ങനെ? യുദ്ധായുധങ്ങൾ നശിച്ചു പോയല്ലോ. രണ്ട് ശമൂവേൽ അധ്യായം 2. അനന്തരം ദാവീദ് യഹോവയോട്, ഞാൻ യഹൂദ്യ നഗരങ്ങളിൽ ഒന്നിലേക്ക് ചെല്ലണമോ എന്ന് ചോദിച്ചു. യഹോവ അവനോട്, ചെല്ലുക എന്ന് കൽപ്പിച്ചു. ഞാൻ എവിടേക്ക് ചെല്ലേണ്ടു എന്ന് ദാവീദ് ചോദിച്ചതിന്, ഹെബ്രോനിലേക്ക് എന്ന അരുളപ്പാടുണ്ടായി. അങ്ങനെ ദാവീദ് ഇസ്രായേൽക്കാരത്തി അഹീനോവും കർമ്മേല്യൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ 2 ഭാര്യമാരുമായി അവിടേക്ക് ചെന്നു. ദാവീദ് തന്നോടുകൂടി ഉണ്ടായിരുന്ന ആളുകളെയൊക്കെയും കുടുംബസഹിതം കൂട്ടിക്കൊണ്ടുപോയി. അവർ ഹെബ്രോന്യ പട്ടണങ്ങളിൽ പാർത്തു. അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദ ഗൃഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഗിലെയാദിലെ യാബേഷ് നിവാസികളായിരുന്നു ശൗലിനെ അടക്കം ചെയ്തത് എന്ന് ദാവീദിന് അറിവ് കിട്ടി. ദാവീദ് ഗിലെയാദിലെ യാബേഷ് നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. നിങ്ങളുടെ യജമാനനായ ശൗലിനോട് ഇങ്ങനെ ദയ കാണിച്ചു അവനെ അടക്കം ചെയ്യുക കൊണ്ട് നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ. യഹോവ നിങ്ങളോട് ദയയും വിശ്വസ്തതയും കാണിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ കാര്യം ചെയ്തിരിക്കൊണ്ട് ഞാനും നിങ്ങൾക്ക് നന്മ ചെയ്യും. ആകയാൽ നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂരന്മാരായിരിപ്പീൻ. നിങ്ങളുടെ യജമാനനായ ശൗൽ മരിച്ചുപോയല്ലോ. യഹൂദാഗ്രഹം എന്നെ തങ്ങൾക്ക് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയിച്ചു. എന്നാൽ ശൗലിന്റെ സേനാപതിയായ നേരിന്റെ മകൻ അബ്നേർ ശൗലിന്റെ മകനായ ഈഷ്ബോശത്തിനെ മഹനയീമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവനെ ഗിലെയാദ്, അശൂരി, ഇസ്രായേൽ, എഫ്രയീം,
ബെന്യാമീൻ എന്നിങ്ങനെ എല്ലാ ഇസ്രായേല്യർക്കും രാജാവാക്കി. ശൗലിന്റെ മകനായ ഈഷ്ബോശെത്ത് ഇസ്രായേലിൽ രാജാവായപ്പോൾ അവന് 40 വയസ്സായിരുന്നു. അവൻ 2 സംവത്സരം വാണു. യഹൂദാഗൃഹമോ ദാവീദിനോട് ചേർന്ന് നിന്നു. ദാവീദ് ഹെബ്രോനിൽ യഹൂദാഗൃഹത്തിന് രാജാവായിരുന്ന കാലം 7 സംവത്സരവും 6 മാസവും തന്നെ. നേരിന്റെ മകൻ അബ്നേരും ശൗലിന്റെ മകനായ ഈഷ്ബോശെത്തിന്റെ ചേവകരും മഹനയീമിൽ നിന്ന് ഗിബെയോനിലേക്ക് വന്നു. അപ്പോൾ സെരൂയയുടെ മകനായ യോവാബും ദാവീദിന്റെ ചേവകരും പുറപ്പെട്ടു. ഗിബെയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ നേരിട്ടു. അവർ കുളത്തിന്റെ ഇപ്പുറത്തും മറ്റേവർ കുളത്തിന്റെ അപ്പുറത്തും ഇരുന്നു. അബ്നേർ യോവാബിനോട്, ബാല്യക്കാർ എഴുന്നേറ്റു നമ്മുടെ മുൻപാകെ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാകട്ടെ എന്ന് യോവാബും പറഞ്ഞു. അങ്ങനെ ബെന്യാമീന്യരുടെയും ശൗലിന്റെ മകനായ ഈഷ്ബോശത്തിന്റെയും ഭാഗത്തു നിന്ന് 12 പേരും ദാവീദിന്റെ ചേവകരിൽ 12 പേരും എണ്ണമൊത്ത് എഴുന്നേറ്റു തമ്മിൽ അടുത്തു. ഓരോരുത്തൻ താന്താന്റെ എതിരാളിയെ മുടിക്ക് പിടിച്ച് വിലാപ്പുറത്ത് വാൾ കുത്തിക്കടത്തി ഒരുമിച്ച് വീണു. അതുകൊണ്ട് ഗിബെയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസൂരീം എന്ന് പേരായി. അന്ന് യുദ്ധം ഏറ്റവും കഠിനമായി. അബ്നേരും ഇസ്രായേല്യരും ദാവീദിന്റെ ചേവകരോട് തോറ്റുപോയി. അവിടെ യോവാബ്, അബീഷായി, അസാഹേൽ ഇങ്ങനെ സെരൂയയുടെ 3 പുത്രന്മാരും ഉണ്ടായിരുന്നു. അസാഹേൽ കാട്ടുകലയെപ്പോലെ ശീഘ്രഗാമിയായിരുന്നു. അസാഹേൽ അബ്നേരിനെ പിന്തുടർന്നു. അബ്നേരിനെ പിന്തുടരുന്നതിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറിയില്ല. അബ്നേർ പുറകോട്ടു നോക്കി, നീ അസാഹേലോ എന്ന് ചോദിച്ചതിന് അതെ എന്നവനുത്തരം പറഞ്ഞു. അബ്നേർ അവനോട്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞു ബാല്യക്കാരിൽ ഒരുത്തനെ പിടിച്ചു അവന്റെ ആയുധവർഗം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. എങ്കിലും അസാഹേലിന് അവനെ വിട്ടുമാറുവാൻ മനസ്സായില്ല. അബ്നേർ അസാഹേലിനോട്, എന്നെ വിട്ടുപോക, ഞാൻ നിന്നെ വെട്ടി വീഴിക്കുന്നത് എന്തിന്? പിന്നെ ഞാൻ നിന്റെ സഹോദരനായ യോവാബിന്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്ന് പറഞ്ഞു. എന്നാരെയും വിട്ടുമാറുവാൻ അവന് മനസ്സായില്ല. അബ്നേർ അവനെ കുന്തം കൊണ്ട് പിറകോട്ട് വയറ്റത്തു കുത്തി. കുന്തം മറുവശത്ത് പുറപ്പെട്ടു. അവൻ അവിടെ തന്നെ വീണു മരിച്ചു. അസാഹേൽ മരിച്ചു കിടന്നിടത്ത് വന്നവർ ഒക്കെയും നിന്നുപോയി. യോവാബും അബീഷായും അബ്നേരിനെ പിന്തുടർന്നു. അവർ ഗിബെയോൻ മരുഭൂമിയിലെ വഴിയരികെ ഗീഹന്റെ മുൻപിലുള്ള അമ്മാ കുന്നിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ബെന്യാമീന്യർ അബ്നേരിന്റെ അടുക്കൽ ഒരേ കൂട്ടമായി കൂടി ഒരു കുന്നിൻ മുകളിൽ നിന്നു. അപ്പോൾ അബ്നേർ യോവാബിനോട്, വാൾ എന്നും സംഹരിച്ചു കൊണ്ടിരിക്കണമോ? ഒടുവിൽ കയ്പുണ്ടാകുമെന്ന് നീ അറിയുന്നില്ലയോ? സഹോദരന്മാരെ പിന്തുടരുന്നത് മതിയാക്കേണ്ടതിന് ജനത്തോട് കൽപ്പിപ്പാൻ നീ എത്രത്തോളം താമസിക്കും എന്ന് വിളിച്ചു പറഞ്ഞു. അതിന് യോവാബ്, ദൈവത്താണ, നീ പറഞ്ഞില്ലെങ്കിൽ ജനം രാവിലെ തങ്ങളുടെ സഹോദരന്മാരെ പിന്തുടരാതെ മടങ്ങിപ്പോകുമായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ യോവാബ് കാഹളമൂതിച്ചു. ജനമൊക്കെയും നിന്നു. ഇസ്രായേലിനെ പിന്തുടർന്നില്ല, പൊരുതതുമില്ല. അബ്നേരും അവന്റെ ആളുകളും അന്ന് രാത്രി മുഴുവനും അരാബയിൽ കൂടി നടന്നു. യോർദാൻ കടന്നു ബിത്രോനിൽ കൂടി ചെന്ന് മഹനയീമിൽ എത്തി. യോവാബും അബ്നേരിനെ പിന്തുടരുന്നത് വിട്ടുമടങ്ങി ജനത്തെയൊക്കെയും ഒന്നിച്ചു കൂട്ടിയപ്പോൾ ദാവീദിന്റെ ചേവകരിൽ 19 പേരും അസാഹേലും ഇല്ലായിരുന്നു. എന്നാൽ ദാവീദിന്റെ ചേവകർ ബെന്യാമീന്യരെയും അബ്നേരിന്റെ ആളുകളെയും തോൽപ്പിക്കുകയും അവരിൽ 360 പേരെ സംഹരിക്കുകയും ചെയ്തിരുന്നു. അസാഹേലിനെ അവർ എടുത്തു ബേത്ലഹേമിൽ അവന്റെ അപ്പന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. യോവാബും അവന്റെ ആളുകളും രാത്രി മുഴുവനും നടന്ന് പുലർച്ചയ്ക്ക് ഹെബ്രോനിലെത്തി.